പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചതിൽ മൃതദേഹം ഏറ്റെടുക്കാതെ പ്രതിഷേധം തുടർന്ന് ബന്ധുക്കൾ. അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ രാംനാരായണന്റെ കുടുംബം പ്രതിഷേധം തുടരുന്നത്. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ ചർച്ചയിൽ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമായല്ലോ. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ എന്താണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്? സൂരജ്. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഛത്തീസ്ഗഡിൽ നിന്ന് രാംനാരായണന്റെ കുടുംബം തൃശ്ശൂരിലെത്തിയത്. മോർച്ചറിയിലെത്തി മൃതദേഹം കണ്ടെടുത്ത ശേഷം ഈ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സമവായമായാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരുന്നത്. തുടർന്ന് പാലക്കാട് RDO എത്തി വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടി ഇവരുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകാമെന്ന് RDO ഉറപ്പു നൽകുകയും ചെയ്തു. SC/ST അക്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാം, അതോടൊപ്പം തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വകുപ്പുകൾ ചുമത്താം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഈ ധനസഹായം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഒരു ഉത്തരവ് പുറത്തിറക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ഇതിനകത്ത് മന്ത്രിസഭാ യോഗം കൂടിയാണ് അതിൽ അന്തിമ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല, തങ്ങൾക്ക് ശുപാർശ മാത്രമാണ് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ജില്ലാ ഭരണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബത്തെ അറിയിക്കുന്ന കാര്യങ്ങൾ. കുടുംബമാകട്ടെ ഈ ധനസഹായം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ തങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ എന്ന് അവരും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തൃശൂർ മോർച്ചറിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ആയി കുടുംബം അവിടെ തന്നെ ഇരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഉന്മേഷ്. ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.